ഇനി നമുക്ക് 3 ആൽഗയും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഗ്രൂപ്പിന്റെയും ലൈഫ് സൈക്കിൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഞാൻ പറഞ്ഞു പ്ലാന്റ് ബോഡി ആൽഗയുടെ ഹാപ്ലോണ്ടിക് ആണ്, അതായത് ഹാപ്ലോയിഡ് ആണ്. ഇപ്പോൾ ഗ്രീൻ, ബ്രൗൺ, റെഡ് ആൽഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആണ്. ഓൺലി എ സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം മാത്രമാണ് പ്ലാന്റ് ബോഡിയിലുള്ളത്. അപ്പോൾ മേജർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഹാപ്ലോയിഡ് ആണ്. ദെൻ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. ലൈഫ് സൈക്കിളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർ ചെയ്ത് വരും. ലൈഫിൽ നല്ല കാലവും ചീത്തകാലവും വരുന്ന പോലെ തന്നെ ലൈഫിലെ 2 ജനറേഷൻസ് ഓൾട്ടർ ചെയ്ത് വരിക. അതായത് 2 ലൈഫുകൾ, അത് ഹാപ്ലോയിഡ് ലൈഫും ഡിപ്ലോയിഡ് ലൈഫും ഏത് ഓർഗാനിസത്തിന്റെ ബോഡിയിലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഹാപ്ലോയിഡ് ലൈഫിന്റെ ലൈഫ് ലോങ് ആയിരിക്കും, ഡിപ്ലോയിഡ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചില ഓർഗാനിസത്തിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള നേച്ചർ, അതായത് 2 പെയർസ് ഓഫ് ക്രോമസോം ഉള്ള നേച്ചർ കുറേ കാലം നടന്നിട്ട് ഒരു ചെറിയ അംശം മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഹാപ്ലോയിഡ് ലൈഫ് ഉണ്ടാവുള്ളൂ. എനിവേ ഇൻ ഓൾ ലിവിങ് organisms there is a haploid generation and a diploid generation without considering their size and shape. അതിന് പറയുന്ന പേരാണ് alternation of generation. What are the 2 distinct part of alternation of generation? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. Alternation of generation consists of 2 distinct part, that is gametophyte and sporophyte. Gametophyte ഉണ്ടായിരിക്കും, sporophyte ഉണ്ടായിരിക്കും. Gametophyte means haploid part, sporophyte means diploid part. ഈ ഒരു ജനറൽ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. What is alternation of generation? Alternation of generation means alternating to half of the life, that is gametophytic and sporophytic. Gametophytic includes only single set of chromosomes. Sporophytic cells includes a full set of, that is 2 pairs of chromosomes ആണ്. അപ്പോൾ സെല്ല് നമുക്കറിയാം, ഈച്ച് സെൽ, ഓരോ സെല്ലിലും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്രോമസോം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളായിട്ട് മാറിയിരുന്നത്. ഈ ഒരു നോളജ് വെച്ചിട്ട് വേണം നമുക്ക് എന്താണ് ആൽഗയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയാനായിട്ട്. അപ്പോൾ ആൽഗയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമെറ്റോഫൈറ്റിക് ആണ്. ഏത് ആൽഗ എടുത്താലും ഗാമെറ്റോഫൈറ്റിക് ആണ്, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആണ്. ഇതിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതിൽ എസെക്ഷൽ ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും, സെക്ഷൽ ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും. എസെക്ഷൽ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് വഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. മൈറ്റോസിസ് വഴിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. യാതൊരു സംശയവുമില്ല. മൈറ്റോസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയാണ്. അത് ഹാപ്ലോയിഡ് ആണെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും, ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി അതിൽ സെക്ഷൽ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതില് 2 തരത്തിലുള്ള ഗ്യാമീറ്റുകൾ ഉണ്ടാവുകയാണ്. മെയിൽ ഗ്യാമീറ്റും ഉണ്ടാവും, ഫീമെയിൽ ഗ്യാമീറ്റും ഉണ്ടായിരിക്കും. ഫീമെയിൽ ഗ്യാമീറ്റും ഉണ്ടാവും. ഇതും ഏത് വഴിയാണ് ഉണ്ടാവുക? മൈറ്റോസിസ്. അപ്പോൾ ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളിൽ മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ മെയിൽ ഗ്യാമീറ്റും ഉണ്ടായിരിക്കും, ഫീമെയിൽ അവിടെയും എന്തായിരിക്കും? എന്നായിരിക്കും? ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹാപ്ലോയിഡ് ലൈഫാണ് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ, അതിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ N+N ആണ്. N+N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ടാണ്. സൈഗോട്ട് മീൻസ് എന്താണ്? 2N ആണ്. ഇപ്പോൾ ഇതെന്തായി? ഡിപ്ലോയിഡ് ആയിട്ട് മാറി. പക്ഷെ പ്ലാന്റ് എങ്ങനെയായിരിക്കണം? ഹാപ്ലോയിഡ് ആയിരിക്കണം. അപ്പോൾ വീണ്ടും ഇതിൽ എന്ത് നടക്കും? റിഡക്ഷൻ ഡിവിഷൻ. അതിന് പറയുന്ന പേരാണ് മിയോസിസ്. മൈറ്റോസിസും മിയോസിസും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൈറ്റോസിസ് മീൻസ് ഈക്വൽ ഡിവിഷൻ. അതിന് പറയുന്ന ഒരു സെല്ല് ഈക്വൽ ആയിട്ട് മോർഫോളജിക്കൽ ആയിട്ടും ക്രോമസോം നമ്പർ ആയിട്ടും ഒരേപോലെ വിഭജിക്കുന്നതിന് പറയുന്ന പേരാണ് മൈറ്റോസിസ്. റിഡക്ഷൻ മീൻസ് ഒരു സെല്ല് ഹാഫ് ആയിട്ട് മാറാണ്. സപ്പോസ് 10 ക്രോമസോം ആണെങ്കിൽ അത് 5 ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മിയോസിസ്. മിയോസിസ് ഇസ് നോൺ ആസ് റിഡക്ഷൻ ഡിവിഷൻ. 2N ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? N ആയിട്ട് മാറും. മിയോസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വീണ്ടും എന്തുണ്ടായിരിക്കും? സ്പോർസ് ഉണ്ടായിരിക്കും. സ്പോർസ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ്
ജെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉപയോഗിക്കും. ഇനി നമ്മൾ ഇതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ലൈഫ് സൈക്കിളിൽ ഏതൊക്കെ ഭാഗമാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്, ഇത്രയും ഭാഗം മാത്രമാണ് ഡിപ്ലോയിഡ്. ആ ഡിപ്ലോയിഡ് ജനറേഷന് പറയുന്ന പേരാണ് സ്പോറോഫൈറ്റിക് generation. It is only represented by zygote. Zygote മാത്രമാണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉള്ളത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഗാമിറ്റോഫൈറ്റിക് ആണ്. ബാക്കി എല്ലാ സ്ട്രക്ചേഴ്സും ഗാമിറ്റോഫൈറ്റിക് ആണ്. Gametophytic means N, sporophytic means 2N. അപ്പോൾ ഈ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ആൽഗെ ഗ്രൂപ്പ് മേജർ ലൈഫ് വിത്ത് ഹാപ്ലോയിഡ് ജനറേഷൻ ആൻഡ് minor life with a sporophytic generation or diploid generation. Such a generation, more haploid generation and least and very less diploid generation is known as haploid അല്ലെങ്കിൽ haplondic life cycle. ഇതാണ് 99% ആൽഗകളുടെ ലൈഫ് സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്ലോണ്ടിക് ആണ്. ഇറ്റ് മീൻസ് മോർ ഹാപ്ലോയിഡ് ജനറേഷൻ ആൻഡ് ലിമിറ്റഡ് സെൽസ് വിത്ത് ഡിപ്ലോയിഡ് ജനറേഷൻ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സൈഗോട്ട് മാത്രം ഡിപ്ലോയിഡും ബാക്കി എല്ലാതും ഹാപ്ലോയിഡ്. എനിവേ ദർ ഇസ് എൻ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ ദർ ലൈഫ്, ഗാമറ്റോഫൈറ്റിക് ആൻഡ് സ്പോറോഫൈറ്റിക്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ആൽഗയുടെ ലൈഫ് സൈക്കിള് ഹാപ്ലോണ്ടിക്കിന് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. പക്ഷേ ബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് എക്സെപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതില് കുറച്ച് ഗ്രൂപ്പുകാര് ഹാപ്ലോ ഡിപ്ലോണ്ടിക് കാണിക്കുന്നവരുണ്ട്. അത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് പറയുമ്പോൾ നമുക്ക് ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും ഉണ്ട്, ഡിപ്ലോണ്ടിക്കും ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡിപ്ലോണ്ടിക്കിന് എക്സാമ്പിൾ ആണ് ഫ്യൂക്കസ് എന്ന് പറയുന്നത്. ഹാപ്ലോ ഡിപ്ലോണ്ടിക്കിന് എക്സാമ്പിൾ ആണ് പോളിസൈഫോണിയ, അതുപോലെ തന്നെ ഡിക്റ്റിയോട്ട എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ കെൽപ്സിന്റെ ഗ്രൂപ്പ്. ജനറൽ ആയിട്ട് പറയുന്നത് കെൽപ്സ്, പോളിസൈഫോണിയ എല്ലാം തന്നെ ഈ പറയുന്ന ഹാപ്ലോണ്ടിക് ജനറേഷനും ഈ ഹാപ്ലോണ്ടിക് ഡിപ്ലോണ്ടിക് ജനറേഷൻ എന്താണെന്ന് നമ്മൾ അടുത്ത പ്രയോഫൈറ്റും ടെഡോഫൈറ്റും ഒക്കെ എടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറയും എന്താണ് ഹാപ്ലോണ്ടിക് എന്താണ് ഡിപ്ലോണ്ടിക് എന്നുള്ളത്. അപ്പോൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഹാപ്ലോയിഡ് ലൈഫും ഡിപ്ലോയിഡ് ലൈഫും ഉണ്ടായിരിക്കും. ഡിപ്ലോണ്ടിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഹാപ്ലോട്ടിക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. മോർ ഡിപ്ലോയിഡ് ലൈഫും ലെസ് ഹാപ്ലോയിഡ് ലൈഫ്. ഇപ്പൊ ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ മാത്രം പഠിച്ചു വെക്കുക. ഇത് എക്സെപ്ഷൻ ആണ്, അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഡിപ്ലോണ്ടിക് ചോദിക്കാറുണ്ട്. ബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് എക്സെപ്ഷൻ. ആൽഗെ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഹാപ്ലോണ്ടിക് ആണ്. ബട്ട് ഫ്യൂക്കസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡിപ്ലോണ്ടിക് ജനറേഷൻ. ഇറ്റ് ഈസ് ആൾസോ ഹാപ്ലോ ഡിപ്ലോണ്ടിക്. അപ്പോൾ ഒരു ആൽഗെ ഗ്രൂപ്പിൽ 3 ലൈഫ് സൈക്കിൾ നമുക്ക് കാണാൻ പറ്റും. മേജർ എപ്പോഴും ഹാപ്ലോണ്ടിക് ആണ്, മൈനർ ആയിട്ടാണ് ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം. നമുക്ക് ലാസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. എല്ലാ ആൽഗകളും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എഡിബിൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോമൺ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ക്ലോറില്ലയുടെ ഇമ്പോർട്ടൻസ്. സ്പേസ് ട്രാവലേഴ്സ് ഫുഡാണ്. സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് അതൊരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് SCP സിംഗിൾ സെൽ പ്രോട്ടീൻസ് നമുക്ക് ഗ്രീൻ ആൽഗയിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ അഗർ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്. പിന്നെ റെഡ് ആൽഗയിൽ നിന്ന് തന്നെ കിട്ടുന്ന കാരാഗീൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതായത് എല്ലാം എഡിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ആൽഗയിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത പോയിന്റ് ആൽജിൻ അല്ലെങ്കിൽ ആൽജിനിക് ആസിഡ് ഇസ് എ സോഴ്സ് ഓഫ് ബ്രൗൺ ആൽഗെ. ഈ പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഗ്രീൻ, അതുപോലെ തന്നെ റെഡ്, ബ്രൗൺ. ഇത് തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനിലെ പിഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫിൽ A ആൻഡ് ക്ലോറോഫിൽ B ആണ്.
ദെൻ റെഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ഡി ആണ്. അതിനോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫൈക്കോ എരിത്രിൻ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പോയിന്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഫൈക്കോ എരിത്രിൻ, ഈ ഫൈക്കോ എരിത്രിൻസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മറൈൻ വാട്ടർ ഫോംസ് ആണെങ്കിലും ഫൈക്കോ എരിത്രിൻ ക്യാൻ അബ്സോർബ് എനി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. റെഡ് ആൽഗയിൽ ഫൈക്കോ എരിത്രിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ അബ്സോർബ് എനി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, സോ ഇറ്റ് ക്യാൻ ലിവ് ഇൻ എനി പാർട്ട് ഓഫ് ദ ഓഷ്യൻ. ഗ്രീൻ ആൽഗെ സാധാരണയായിട്ട് ടോപ്പിലാണ് കാണുക. ബ്രൗൺ ആൽഗെ ടോപ്പിൽ തന്നെയാണ്, കുറച്ച് മീഡിയം വരെ അത് പോവും. പക്ഷെ റെഡ് ആൽഗെ എന്ന് പറഞ്ഞാൽ എനി വാം പാർട്ട് ഓഫ് ദ ഓഷ്യൻ, ഏറ്റവും ഡെപ്തിൽ പോയിട്ട് നമ്മൾ ആർക്കി ബാക്ടീരിയ പറഞ്ഞ പോലെ തന്നെ ഏത് കണ്ടീഷനിലും വളരാൻ പറ്റാവുന്ന ഒരു ആൽഗയാണ് റെഡ് ആൽഗെ അല്ലെങ്കിൽ റോഡോഫൈസി എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് ഓഫ് ദിസ് ഫൈക്കോ എരിത്രിൻ. അപ്പോൾ ഈ ഫൈക്കോ എരിത്രിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇറ്റ് ക്യാൻ അബ്സോർബ് എനി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, സോ റെഡ് ആൽഗെ ക്യാൻ ഫൗണ്ട് ഇൻ എനി ഡെപ്ത് ഓഫ് ദി ഓഷ്യൻ. അതൊന്ന് മനസ്സിലാക്കി വെക്കണം, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി ബ്രൗൺ ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ സി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഫ്യൂക്കോസാന്തിൻ. മിനിമം ഇത്ര പോയിന്റ് എങ്കിലും ആൽഗെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം. എക്സാമ്പിൾസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് തന്നെ പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഏതാണ് പഠിക്കാനുള്ളത്? ഫുഡ് മെറ്റീരിയൽസ് ആണ്. ഇതിന് സ്റ്റാർച്ച് ആണ്. റെഡ് ആൽഗെ വന്നപ്പോൾ നമ്മൾ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് പറഞ്ഞു. ബ്രൗൺ ആൽഗെ അല്ലെങ്കിൽ ഫ്യൂക്കോസാന്തിൻ എന്ന് പറഞ്ഞപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ സെൽ വാളിന്റെ പ്രത്യേകതയാണ് ഇവിടെ സെല്ലുലോസ്, പെക്റ്റിൻ. ഇവിടെ സെല്ലുലോസ്, പെക്റ്റിൻ, സൾഫേറ്റ്. ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ വരുമ്പോഴാണ് സെല്ലുലോസ്, ആൽജിനിക് ആസിഡ് അല്ലെങ്കിൽ ആൽജിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീപ്രൊഡക്ഷൻ ആണ്. എല്ലാത്തിനും നമ്മൾ എഴുതുമ്പോൾ എസെക്ഷലും എഴുതാം, സെക്ഷലും എഴുതാം. ഇവിടെ എഴുതാം എസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. ഇവിടെ നമുക്ക് എസെക്ഷലും സെക്ഷലും എഴുതാം. പക്ഷേ റെഡ് ആൽഗെ എടുക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ മോട്ടൈൽ ആണ്. എല്ലാ സെക്സ് ഓർഗൻസും നോൺ മോട്ടൈൽ ആണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് യു ഹാവ് ടു സ്റ്റഡി 3 ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ആൽഗെ ആയിട്ട് 3 ഡിഫറെന്റ് ഹെഡിങ്സ് ആയിട്ട് ക്ലോറോഫൈസിയെ, റോഡോഫൈസിയെ ആൻഡ് ഫിയോഫൈസിയെ. അപ്പോൾ ഈ 3 ഗ്രൂപ്പും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സിമ്പിൾ നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുക. പരീക്ഷയ്ക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. ക്ലാസ് കേൾക്കുക, നോട്ട് നല്ലപോലെ ശ്രദ്ധിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. ഇഷ്ടംപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണിത്. ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് കിങ്ഡത്തിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഗെ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ബ്രയോഫൈറ്റയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും.